നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച AI കുറിച്ചാണ്. അപ്പോൾ എന്താണ് AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ഒരു സാധനത്തിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണെത്താൻ ദൂരത്ത് പോലും AI ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് വേണ്ട ഫീഡുകൾ വരികയാണെങ്കിലും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഒരു ഡിസ്റ്റൻസിൽ ഒരു സ്ഥലത്തെത്താൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ ദൂരം കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്തൊക്കെയാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലായാലും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ വിദ്യാർത്ഥികൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ എത്രത്തോളം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പം ലഭിക്കാൻ വേണ്ടി, ഇപ്പോൾ നമുക്ക് വേണ്ട സ്പെസിഫിക് സാധനം ആ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചെടുക്കാനും ഇവയെല്ലാത്തിനും വേണ്ടി നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ വിഷ്വൽ റെപ്രസെൻറ്റേഷനും ഇപ്പോൾ വീഡിയോയും എല്ലാം കൊണ്ട് നമുക്ക് കൂടുതൽ കൺസെപ്റ്റ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇവയൊക്കെ വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, കാർഷിക മേഖലയിലായാലും ഇപ്പോൾ കർഷകർക്ക് കൂടുതൽ വിളവ് തരുന്ന ഏത് മേഖലയിലാണ്, അതുകൂടാതെ എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതുകൂടാതെ ഈ ക്ലൈമറ്റ് നിർണ്ണയിക്കാനും അവയിലൊക്കെ, പിന്നെ ഈ ഒരു ഫോട്ടോ എടുത്ത് AIക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും ഈ രീതിയിലെല്ലാം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഈ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ആരോഗ്യരംഗത്തായാലും ഈ ചെറിയ നേട്ടങ്ങളൊന്നും അല്ല AI നമുക്ക് സമ്പാദം തന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മരുന്നിൻ്റെയൊക്കെ കാൽക്കുലേഷനും, പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലാണെങ്കിൽ AI വെച്ച് സർജറി വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും വളർന്നിരിക്കുന്നത് നമ്മുടെ AI ഇപ്പോൾ നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാർ വരെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ടെസ്ല ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയാണല്ലോ ടെസ്ല. അപ്പോൾ ആ മേഖലയിലായാലും ഇന്ന് AI ഒട്ടും കുറവല്ല. അപ്പോൾ ഈ AI നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്തൊരു സാധനത്തിനായാലും അതിന് ഇരുവശങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ AI നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് നമുക്ക് ദോഷം കാണാൻ സാധിക്കും. ഇപ്പോൾ വീഡിയോ മോർഫ് ചെയ്യുക, ആൾക്കാരെ പറ്റിക്കുക, അങ്ങനെ മോശം ന്യൂസ് സ്പ്രെഡാക്കുക എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് ആൾക്കാരെ കബളിപ്പിക്കാനും അതിൻ്റെ മറുവശം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനം തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നമുക്കറിയാം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറും ആ AI കൂടി ചെയ്യുകയാണെങ്കിൽ അവ നമുക്ക് വലിയ കാര്യം തന്നെയാണ് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറും AI വെച്ച് കൂടി ഒന്നിച്ച് പണിയെടുക്കുകയാണെങ്കിൽ അവയെ നമുക്ക് ഒട്ടും ചെറുതല്ലാത്ത സംഭാവന തന്നെയാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വൻ പുരോഗതി എത്താനാണ് സാധ്യത. അപ്പോൾ ഇപ്പോൾ ഈ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇതൊക്കെ നടത്തിക്കൊണ്ടതെന്ന് ചോദിച്ചാൽ, പണ്ടൊന്നും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്ര യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അവരൊക്കെ ചിന്തിച്ച് ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അങ്ങനെ കണ്ടുപിടിച്ചാണ് മുൻപോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താശേഷി കുറയുമല്ലോ എന്നൊരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പുരോഗതി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ ടെക്നോളജിക്ക് നമ്മൾ വളരേണ്ടതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ChatGPT, ജെമിനി, പെർപ്ലെക്സിറ്റി എന്നിങ്ങനെ പല രീതിയിലുള്ള AI ആപ്ലിക്കേഷൻ നമുക്കിന്ന് കാണാൻ സാധിക്കും. പിന്നെ പുതിയതായിട്ട് വന്നതാണ് ഗൂഗിൾ സ്റ്റുഡിയോ എന്ന് പറയുന്ന AI. അപ്പോൾ അവയിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പർ കുറേ നേരം കോഡൊക്കെ അടിച്ച് ഒരു 10 ഒരു മാസവും എന്നിങ്ങനെ മാസങ്ങളൊക്കെ കോഡൊക്കെ അടിച്ചാണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ജസ്റ്റ് 5 മിനിറ്റോ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ അതേ ആപ്ലിക്കേഷൻ നമുക്കിന്ന് ഉണ്ടാക്കാൻ സാധിക്കും.
നമ്മൾ ജസ്റ്റ് നമ്മുടെ ഐഡിയ നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേണ്ട സാധനം നമുക്ക് ജെമിനിയോ ചാറ്റ്ജിപിറ്റിയോ എന്നിങ്ങനെയുള്ള AI മോഡലുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യം തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ജോലി സാധ്യത കുറഞ്ഞു വരികയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് AI ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലുള്ള ജോലി സാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ്. പക്ഷേ അവയും നമ്മൾ നിറഞ്ഞുകയാണെങ്കിൽ ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്നിങ്ങനെ കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫീൽഡിലേക്കുള്ള നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ജോലി സാധ്യത കിട്ടുകയാണ് ചെയ്യുന്നത്. പണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫീൽഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമുക്ക് ഏത് നിലവിൽ കയറിപ്പോകാൻ സാധിക്കും. പക്ഷെ ഇന്നങ്ങനെ സാധിക്കില്ല. ഇന്നിപ്പോൾ ഏത് രീതിയിൽ ആ ഫീൽഡിൽ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പഠിത്തം ഒരിക്കലും നിർത്താൻ പാടില്ല. നമുക്ക് പറ്റുന്നത്രയും പഠിച്ച് ഇപ്പോൾ ആ ഫീൽഡിൽ വരികയാണെങ്കിൽ നമുക്ക് വേറെ ഫീൽഡിൽ പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ AI ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണക്ഷൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ലിങ്ക്ഡിൻ അതുപോലുള്ള സോഷ്യൽ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ കണക്ഷൻ വെച്ച് തന്നെ നമുക്ക് ധാരാളം ജോലി സാധ്യതകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവയൊക്കെയാണ് AIയുടെ നല്ലതും മോശമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.